ജോഷുവ ലീബ്മാൻ തന്റെ ഓർമ്മകൾ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. വളരെ രസകരമായ ഒരു തലവാചകത്തോടെ. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം വളരെ അർത്ഥവത്താണ്. അദ്ദേഹം എഴുതുന്നു, ഞാനൊരു യുവാവായിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്തു. ജീവിതത്തിൽ ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ആസൂത്രണം ചെയ്തൊരു മാപ്പ് വരയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ പടം എന്റെ ജീവിതം ശരിയായ നിലയ്ക്ക് സംഘടിപ്പിക്കാൻ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. താഴെ പറയുന്ന ഒരു പട്ടിക തയ്യാറാക്കിയതായി അദ്ദേഹം എഴുതുന്നു. ഞാനൊരു വലിയ ധനികനാകാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സുന്ദരിയായ ഒരു ഭാര്യ വേണം. ഞാൻ പ്രസിദ്ധനാകണം. എനിക്ക് മഹത്വമുണ്ടാകണം. ഞാനൊരു ധാർമ്മിക മനുഷ്യനാകണം. 20 ലക്ഷ്യങ്ങളുടെ ഒരു പട്ടിക അദ്ദേഹം തയ്യാറാക്കി. അതിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കാവുന്നതെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. ഒരാൾക്ക് നേടാൻ സാധ്യതയുള്ള എല്ലാം, ഒരാൾ കൈവശപ്പെടുത്താൻ കൊതിക്കുന്നതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. മനുഷ്യന് സാധ്യമായ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആ പട്ടികയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും തൃപ്തി വരാത്തതിനാൽ ആ പട്ടിക അദ്ദേഹം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു, ഇനി വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടി. കാരണം ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂപടമാകാനുള്ളതായിരുന്നു. അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ പട്ടികയിൽ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ഒന്നും കണ്ടെത്തിയില്ല. ഈ പട്ടിക സമ്പൂർണ്ണമായിരുന്നു. പക്ഷേ എന്തോ ചിലത് ചേർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു വികാരം അദ്ദേഹത്തിനുണ്ടായത്? രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അദ്ദേഹം ആലോചിച്ചു, ഞാൻ നോക്കട്ടെ, എന്റെ പട്ടികയിലുള്ള എല്ലാം തന്നെ ഞാൻ നേടിയെന്നൊരു നിമിഷം ഞാൻ സങ്കല്പിച്ചു നോക്കട്ടെ. അപ്പോൾ എല്ലാം നല്ല നിലയിൽ തന്നെ ആകുമോ? മനസ്സു ശൂന്യമായ ഒന്നായി അനുഭവപ്പെടുന്നു. ഉറപ്പായ ഒരു ഉത്തരം മനസ്സ് തരുന്നില്ല. മനസ്സിനൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല. അതിനിങ്ങനെ പറയാൻ കഴിയുന്നില്ല, അതെ, പട്ടികയിലുള്ള എല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞു, എല്ലാം നല്ല നിലയിൽ തന്നെ. ഇല്ല, മനസ്സ് നിശ്ചയദാർഢ്യമുള്ളതായി തീരുന്നില്ല. മനസ്സ് ഖണ്ഡിതമായി ഒന്നും പറയുന്നില്ല. ലീബ്മാൻ ഒരു ഗ്രാമത്തിലേക്ക് പോയി. വൃദ്ധനായ ഒരു ആത്മീയ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഈ ഗ്രാമത്തിലെ ഏറ്റവും വൃദ്ധനായ ആളാണല്ലോ അങ്ങ്. എന്നേക്കാൾ കൂടുതൽ ജീവിതം അങ്ങ് കണ്ടിട്ടുണ്ട്. ജീവിതം മുഴുവനും ആത്മീയ തൽപരനായ ഒരാളായി കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അങ്ങ് ഒരിക്കലും ഒരു ഗൃഹസ്ഥനായി ജീവിച്ചിട്ടില്ല. അങ്ങേക്കാൾ അധികം അനുഭവം മറ്റാർക്കുമില്ല. ഞാനൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലായി എഴുതി ചേർക്കാൻ അങ്ങേക്ക് കഴിയും. ഇനി വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. ആ വൃദ്ധൻ ആ പട്ടിക വായിച്ചു നോക്കി. പിന്നെ ചിരിച്ചുകൊണ്ടൊരു പേന കയ്യിലെടുത്തു. ആ പട്ടികയുടെ മീതെ ഒരു വര വരച്ചുകൊണ്ട് 2 വാക്കുകൾ വലിയ അക്ഷരത്തിൽ അദ്ദേഹം എഴുതി. മനസ്സിന്റെ സമാധാനം. അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ടതില്ല. നിങ്ങൾ ലളിതമായ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾ നേടിയാലും എല്ലാം തന്നെ ലഭിച്ചു കഴിഞ്ഞാലും ഞാൻ എഴുതിയ ഈ 2 വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അവസാനം മനസ്സിന്റെ സമാധാനം നേടിക്കഴിഞ്ഞോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കും. ലീബ്മാൻ തന്റെ ആത്മകഥയ്ക്ക് പേരിട്ടത് മനസ്സിന്റെ സമാധാനം എന്നായിരുന്നു. ആ ആത്മീയ മനുഷ്യനെ സന്ദർശിക്കാൻ പോയ ദിവസം ലീബ്മാൻ ഒന്ന് മനസ്സിലാക്കി. തന്റെ എല്ലാ ശ്രമങ്ങളും ആ വൃദ്ധൻ പാഴാക്കി കളഞ്ഞു. താൻ പട്ടിക തയ്യാറാക്കാൻ എത്രമാത്രം പണിയെടുത്തു. ആ വൃദ്ധൻ അതൊക്കെ വെറുതെ ദുർബലമാക്കി, ഇല്ലാതാക്കി. കാരണം ആ പട്ടിക മുഴുവനും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായിരുന്നു. പക്ഷേ ജീവിതാന്ത്യത്തിൽ ലീബ്മാൻ ഇങ്ങനെ എഴുതി, ഇന്നാ വൃദ്ധൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പട്ടിക ദുർബലപ്പെടുത്തുന്നതിനു പകരം എന്തുകൊണ്ട് വലിച്ചു കീറി അദ്ദേഹം അത് പുറത്തേക്കെറിഞ്ഞില്ല? ആ പട്ടിക തികച്ചും അസംബന്ധം നിറഞ്ഞതായിരുന്നു. ഇപ്പോൾ എന്റെ ജീവിതാന്ത്യത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ആ 2 വാക്കുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അന്ന് തന്നെ മനസ്സിന്റെ സമാധാനമാണ് ജീവിതത്തിലെ എല്ലാമെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴത്തേക്ക് ഞാനത് നേടിയെടുക്കുമായിരുന്നു. നമ്മുടെ പട്ടികയിൽ എഴുതി ചേർത്ത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നാം നമ്മുടെ ജീവിതങ്ങൾ ചിലവഴിക്കുന്നത്. കൃഷ്ണൻ പറയുന്നു, വസ്തുക്കളെ അന്വേഷിക്കുന്ന മനസ്സ് അസ്വസ്ഥം മാത്രമായ ഒന്നത്രേ. അസ്വസ്ഥ മനസ്സ് വളരെയധികം വ്യത്യസ്ത ദിശകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതാണൊരു അസ്വസ്ഥ ചിത്തം. വിഭിന്ന ദിശകളിലേക്കുള്ള ഓട്ടം നിർത്തുമ്പോഴാണ് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. കൃഷ്ണൻ പറയുന്നു, ഉദ്ഗ്രഥിത മാനസിൽ നിന്നാണ് സമാധാനമുണ്ടാകുന്നത്. ഇതാണ് നിഷ്കാമകർമ്മത്തിന്റെ അന്തസാരം. എപ്പോൾ മനസ്സ് സമന്വയിക്കപ്പെട്ടതും സാകല്യവുമായി തീരുന്നുവോ അവിടെ ഖണ്ഡിതധീഷ്ണയും വിവേകവുമുണ്ടാകും.